ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അരിപ്പൊടിയും പാലും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിലാണെങ്കിലും ചെയ്തിട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു മധുരപലഹാരം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ വേണ്ടി വന്നിട്ടില്ല. ഈ ഒരു കപ്പ് പാല് തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ മാവിന്റെ പരുവ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഇതിന്റെ കറക്റ്റ് പരുവം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു മീഡിയം വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത്, ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം സ്പൂണിന്റെ ബാക്ക് വശം ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കും എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കര കൗതുകവും അതുപോലെ കഴിക്കാനൊക്കെ തോന്നും. ഇപ്പൊ ഞാനിവിടെ ഒരെണ്ണം ചെയ്ത് കാണിച്ചു. ഇതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇതിനായി കയ്യിൽ കുറച്ച് ഓയിൽ ഒന്നുകൂടെ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലൊരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാനിവിടെ എല്ലാ മാവിലും ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂടി പോവരുത്. ഒരു മീഡിയം ഫ്ലെയിമിന്റെയും ലോ ഫ്ലെയിമിന്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ ആക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഓരോന്ന് വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇതെല്ലാം വെന്ത് വരുന്നവരേക്കും ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എങ്കിലേ എല്ലാം ഒരുപോലെ വെന്ത് വരുള്ളൂ. ഇപ്പൊ ഞാനിവിടെ എല്ലാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ മാവിലും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അടുത്തതായിട്ട് ഒരു പാൻ കൂടെ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം അതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നെയ്യ് ഇതുപോലെ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 2 സ്പൂൺ അളവിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിന് 1.25 കപ്പ് അളവിലാണ് ഞാനിവിടെ പാലെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 180 ഗ്രാം അളവിലുള്ള മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കാം. ഇനി പാല് നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം 1-2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. മുഴുവനും ഇട്ട് കൊടുത്ത ശേഷം നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിലിട്ടും ലോ ഫ്ലെയിമിലിട്ടും ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇത് പുറത്തോട്ട് പോവാത്ത രീതിയിൽ നല്ലപോലെ തിളപ്പിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുക. പിന്നെയും തിളപ്പിക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇത് ചൂടോടുകൂടിയോ ചൂടാറിയോ അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ചെടുത്തോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രിഡ്ജിൽ ഒരു 1.5 മണിക്കൂറോളം വെച്ചിരുന്നതിന് ശേഷം ഫ്രീസറിലല്ല, തൊട്ട് താഴെയാണ് വെച്ചിരുന്നത്. എന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടാവും. അതുപോലെ ഇത് കഴിക്കേണ്ട രീതി ഇതുപോലൊരു ഫോർക്ക് സ്പൂണിൽ കുത്തിയെടുത്തതിന് ശേഷം ഇതിലേക്കൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇത് കഴിച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് മുക്കിയെടുത്തിട്ട് വീണ്ടും കഴിക്കുക. ആ ഒരു രീതിക്കാണ് നമ്മളിത് കഴിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.